2022 ജൂലൈ മാസത്തിൽ നടന്ന +2 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷനിൽ ബയോളജി പരീക്ഷയുടെ ബോട്ടണി ഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യ ഭാഗം 30 മാർക്കിന് ഉള്ള 1 മണിക്കൂർ ദൈർഘ്യമുള്ള ബോട്ടണി ചോദ്യങ്ങളാണ്. ബോട്ടണി ഭാഗത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കാം. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നിങ്ങനെ 4 പാർട്ടുകളായിട്ട് ബോട്ടണി ഭാഗത്ത് തിരിച്ചിരിക്കുന്നു. പാർട്ട് 1, 2, 3 എ ബി സെക്ഷൻസ് ഉണ്ട്. പാർട്ട് 4ൽ സെക്ഷൻസ് ഒന്നുമില്ല. പാർട്ട് 1 എ ആൻസർ എനി 3 questions from 1 to 4, each carries 1 score. Part 1 B answer all questions from 5 to 6, each carries 1 score. പാർട്ട് ബിയിലെ ഈ 2 ചോദ്യങ്ങൾക്കും കമ്പൽസറി ആയിട്ട് ഉത്തരങ്ങൾ എഴുതണം. ഇവിടെ ചോയ്സ് ഇല്ല. പാർട്ട് 2 എ ആൻസർ എനി 2 questions ഫ്രം 7 to 9, ഈച്ച് ക്യാരീസ് 2 scores. ഇവിടെ 2 ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. പാർട്ട് 2 ബി ആൻസർ എനി 2 questions ഫ്രം 10 to 13, ഈച്ച് ക്യാരീസ് 2 scores. ഇവിടെ 4 ചോദ്യങ്ങൾ, അതിൽ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. 2 സ്കോർ. പാർട്ട് 3 എ ആൻസർ എനി 3 questions ഫ്രം 14 to 17, ഈച്ച് ക്യാരീസ് 3 scores. ഇവിടെ 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. 3 എണ്ണത്തിന് ഉത്തരം എഴുതണം. 3 സ്കോർ. പാർട്ട് 3 ബി ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ, ഇറ്റ് ക്യാരീസ് 3 scores. ഇവിടെ ഈ ബി സെക്ഷനിൽ 1 ചോദ്യമേ ഉള്ളൂ. അത് കമ്പൽസറി ആയിട്ട് എഴുതേണ്ടതുണ്ട്. 3 മാർക്ക്. പാർട്ട് 4 ആൻസർ എനി 1 question ഫ്രം 19 to 20, ഈച്ച് ക്യാരീസ് 5 scores. 5 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഒരു ചോയ്സാണ്. 1 എണ്ണം മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഇങ്ങനെ 30 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ബോട്ടണി ഭാഗത്ത് നിന്ന് ഉള്ളത്. ഒന്നാമത്തെ ഭാഗത്തിലേക്ക്. പാർട്ട് 1 എ ആൻസർ എനി 3 questions ഫ്രം 1 to 4, ഈച്ച് ക്യാരീസ് 1 score. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 1 സ്കോർ വീതം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒബ്സർവ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ഒന്നാമത്തെ ജോഡി നിരീക്ഷിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. എക്സൈൻ ഔട്ടർ വോൾ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ ഡാഷ് ഇന്നർ വോൾ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ. ആൻസർ ഇൻഡൈൻ. ഇൻഡൈൻ ഈസ് ദി ഇന്നർ വോൾ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ. ക്വസ്റ്റ്യൻ നമ്പർ 2, ചൂസ് ദി കറക്റ്റ് ആൻസർ. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ് ഇൻ ആൻ ഇക്കോസിസ്റ്റം ഈസ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡീകമ്പോസിഷൻ. ആവാസ വ്യവസ്ഥയിൽ ഉപഭോക്താക്കൾ പുതിയ ജൈവപിണ്ഡം നിർമ്മിക്കുന്ന നിരക്കാണ് മൊത്തത്തിലുള്ള പ്രാഥമിക ഉൽപ്പാദനക്ഷമത, ഫലത്തിലുള്ള പ്രാഥമിക ഉൽപ്പാദനക്ഷമത, ദ്വിതീയ ഉൽപ്പാദനക്ഷമത, ജീർണനം. ആൻസർ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. ദി റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ് ഇൻ ആൻ ഇക്കോസിസ്റ്റം ഈസ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 3, ചൂസ് ദി കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. എ ഓർക്കിഡ് ഗ്രോയിങ് ഓൺ മാംഗോ ട്രീ, പാരസിറ്റിസം. മാവിൽ വളരുന്നു ഓർക്കിഡ്, പരാതജീവനം. ബി മൈക്കോറൈസെ മ്യൂച്വലിസം. മൈക്കോറൈസ സഹോപകാരിത. ആൻസർ ബി മൈക്കോറൈസെ മ്യൂച്വലിസം. ക്വസ്റ്റ്യൻ നമ്പർ 4, നെയിം ദി എൻസൈം യൂസ് ടു ജോയിൻ DNA ഫ്രാഗ്മെൻറ്റ്സ് ഇൻ rDNA ടെക്നോളജി. rDNA സാങ്കേതിക വിദ്യയിൽ DNA കഷ്ണങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന രാസാഗ്നിയുടെ പേരെഴുതുക. ആൻസർ DNA ലിഗേസ്. നെക്സ്റ്റ് പാർട്ട് 1 ബി ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 6, ഈച്ച് ക്യാരീസ് 1 സ്കോർ. ക്വസ്റ്റ്യൻ നമ്പർ 5, ചൂസ് ദി കറക്റ്റ് ആൻസർ. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. എ മോളിക്കുലർ ഡയഗ്നോസിസ് ടെക്നിക് ദാറ്റ് വർക്ക്സ് ഓൺ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻറ്ററാക്ഷൻ ഈസ്. ആൻറ്റിജൻ ആൻറ്റിബോഡി പ്രതിപ്രവർത്തനം പ്രവർത്തന തത്വമായിട്ടുള്ള രോഗനിർണയ സാങ്കേതിക വിദ്യയാണ് PCR, rDNA ടെക്നോളജി, എലിസ, ഓട്ടോ റേഡിയോഗ്രാഫി. ആൻസർ എലിസ.
enzyme-linked immunosorbent assay. This is the molecular diagnosis technique that works on antigen-antibody interaction. Question number 6. Fill in the blank. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. The thick protective wall of fruit is called dash. ഫലങ്ങളിലെ കട്ടിയുള്ള സംരക്ഷണ ഭിത്തിയാണ് dash. Answer pericarp. Pericarp is the thick protective wall of fruit. Part 2A. Answer any 2 questions from 7 to 9. Each carries 2 scores. 7 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതം. Question number 7. Genetically modified plants have been useful in many ways. ജനിതകമാറ്റം വരുത്തിയ സസ്യങ്ങൾ വ്യത്യസ്ത രീതിയിൽ ഉപയോഗമുള്ളവയാണ്. Write any 4 uses of genetic modification in plants. സസ്യങ്ങളിൽ ജനിതകമാറ്റം വഴി ഉണ്ടാകുന്ന 4 ഉപയോഗങ്ങൾ എഴുതുക. Genetically modified organisms or genetically modified plants are useful in the following ways. 1. Made crops more tolerant to abiotic stresses like cold, drought, salt and heat. 2. Reduced use of chemical pesticides, that is pest resistant crops. 3. Helped to reduce post harvest losses. 4. Increased efficiency of mineral usage, that prevents early exhaustion of fertility of soil. 5. Enhanced nutritional value of food. Example, vitamin A enriched rice or golden rice. 6. GM has been used to create tailor-made plants to supply starches, fuels and pharmaceuticals. ഏതെങ്കിലും 4 പോയിൻറ്റ്സ് എഴുതുക. Question number 8. Complete the given flowchart by arranging the main steps of plant breeding in correct sequential order using the hints provided. നൽകിയിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് സസ്യപ്രജനനത്തിൻ്റെ പ്രധാന ഘട്ടങ്ങൾ കൃത്യമായി ക്രമീകരിച്ച് ഫ്ലോചാർട്ട് പൂർത്തിയാക്കുക. Collection of variability, testing, release and commercialization of new cultivars, selection and testing of superior recombinants, cross hybridization among selected parents. ഉത്തരത്തിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള എ ബി സി ഡി ബ്ലാങ്കുകൾ ഫില്ല് ചെയ്താൽ മതിയാകും. എ കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, ബി ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് സെലക്ടഡ് പേരൻസ്, സി സെലക്ഷൻ and testing of superior recombinants, and D testing, release and commercialization of new cultivars. Question number 9. Define parthenogenesis. Give one example. Parthenogenesis ഒരു ഉദാഹരണ സഹിതം നിർവചിക്കുക. Answer. The process of formation of young ones from unfertilized egg is known as parthenogenesis. Example, honey bee. Part 2B. Answer any 2 questions from 10 to 13. Each carries 2 scores. 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതം. Question number 10. List out any 2 outbreeding devices developed by flowering plants to discourage self-pollination. സ്വപരാഗണം തടയുന്നതിന് സപുഷ്പികളിൽ കാണുന്ന ഏതെങ്കിലും 2 ബഹിർപ്രജനന മാർഗങ്ങൾ എഴുതുക. Answer. The outbreeding devices seen in flowering plants are 1. Dicliny or unisexuality, 2. Dichogamy, 3. Self-sterility, 4. Heterostyly, 5. Hercogamy. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതിയാകും. Question number 11. Differentiate between eurythermal and stenothermal organisms. യൂറിതെർമൽ, സ്റ്റീനോതെർമൽ ജീവികൾ തമ്മിലുള്ള വ്യത്യാസം എന്ത്? Answer. Eurythermal organisms are organisms which can thrive in a wide range of temperature. Stenothermal organisms are organisms which can thrive in a narrow range of temperature. Question number 12. Mention the pioneer species and climax community in hierarch succession. ഹൈഡ്രാർക്ക് അനുക്രമത്തിൻ്റെ പൈനിയർ സ്പീഷീസും ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയും ഏതൊക്കെയാണ് എന്ന് എഴുതുക. പൈനിയർ സ്പീഷീസ് ഇൻ ഹൈഡ്രാർക്ക് സക്സഷൻ ഈസ് പ്ലാങ്ക്ടൺ സ്റ്റേജ് and climax community is forest. Question number 13. Breeding plants for disease resistance can be carried out by mutation breeding.
രോഗപ്രതിരോധ ശേഷിയുള്ള സസ്യങ്ങളെ ഉൽപരിവർത്തന പ്രജനന രീതിയിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. വാട്ട് ഈസ് മ്യൂട്ടേഷൻ? ഉൽപരിവർത്തനം എന്നാൽ എന്ത്? റൈറ്റ് എനി 2 മെത്തേഡ്സ് ബൈ വിച്ച് മ്യൂട്ടേഷൻ ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ആർട്ടിഫിഷ്യലി. ഉൽപരിവർത്തനം കൃത്രിമമായി നടത്താനാകുന്ന 2 രീതികൾ എഴുതുക. ആൻസർ: മ്യൂട്ടേഷൻ. Mutations are sudden, stable, inheritable, discontinuous variations which develop in organisms due to changes in their genetic systems. Mutations can be induced by using 1. Chemicals like colchicine and 2. Radiations like gamma rays. ഈ 2 രീതികളിൽ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കി പുതിയ ഇനം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. Part 3A. Answer any 3 questions from 14 to 17. Each carries 3 scores. 14 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ വീതം. Question number 14. List out any 3 reasons for deforestation. വനനശീകരണം നടക്കുന്നതിനുള്ള ഏതെങ്കിലും 3 കാരണങ്ങൾ എഴുതുക. Answer: There are many reasons for deforestation. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഏതെങ്കിലും 3 കാരണങ്ങൾ മാത്രം എഴുതിയാൽ മതിയാകും. 1. Zooming or shifting cultivation. 2. Hydroelectric projects. 3. Forest fires. 4. Human establishments. 5. Mountain and forest roads. 6. Canals. 7. Overgrazing. 8. Requirement of wood. And 9. Quarrying and mining. Question number 15. First clinical gene therapy was given in 1990 to a 4-year girl with adenosine deaminase or ADA deficiency. അഡിനോസിൻ ഡിയാമിനേസ് അപര്യാപ്തതയുള്ള 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയിലായിരുന്നു 1990-ൽ ആദ്യമായി ജീൻ ചികിത്സ നടത്തിയത്. എ. വാട്ട് ഈസ് ജീൻ തെറാപ്പി? ജീൻ തെറാപ്പി ഓർ ജീൻ ചികിത്സ എന്നാൽ എന്ത്? ബി. റൈറ്റ് ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ജനറ്റിക് തെറാപ്പി ഫോർ അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസി. അഡിനോസിൻ ഡിയാമിനേസ് അപര്യാപ്തതയുള്ള ജീൻ തെറാപ്പിയുടെ ഘട്ടങ്ങൾ ഏതെല്ലാമാണെന്ന് എഴുതുക. ആൻസർ: എ. ജീൻ തെറാപ്പി ഈസ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡിഫക്റ്റീവ് ജീൻ ബൈ എ നോർമൽ, ഹെൽത്തി ആൻഡ് ഫങ്ഷണൽ ജീൻ. സ്റ്റെപ്സ് ഇൻ ജീൻ തെറാപ്പി. 1. The lymphocytes from the blood of the patient are grown in a culture medium outside the body. 2. A functional ADA cDNA is then introduced into these lymphocytes by using retroviral vector. 3. These genetically engineered lymphocytes are subsequently re-injected into the patient. Question number 16. Write any 3 adaptations seen in desert plants to survive in xeric conditions. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങളിൽ കാണുന്ന 3 അനുകൂലനങ്ങൾ എഴുതുക. മരുഭൂമിയിൽ വളരുന്ന സീറിക് കണ്ടീഷനിൽ വളരുന്ന സസ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള അനുകൂലനങ്ങളുണ്ട്. താഴെ പറയുന്നവയിൽ നിന്നും ഏതെങ്കിലും 3 അനുകൂലനങ്ങൾ മാത്രം എഴുതിയാൽ മതിയാകും. 1. Thick cuticle on leaf surface. 2. Leaves are highly reduced or even absent to reduce transpiratory water loss. 3. Sunken stomata. 4. Special type of photosynthesis called crassulacean acid metabolism in succulent plants. 5. Leaves are modified into spines and the function of photosynthesis is done by green colored flattened stems. Question number 17. Food or energy relationship between organisms at different trophic levels are represented by ecological pyramids. വ്യത്യസ്ത പോഷണതലത്തിലെ ജീവികൾ തമ്മിലുള്ള ആഹാര ഊർജ ബന്ധങ്ങൾ ഇക്കോളജിക്കൽ പിരമിഡുകൾ സൂചിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ എ. വിച്ച് ആർ ദി 3 ടൈപ്സ് ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ്സ്? 3 തരത്തിലുള്ള ഇക്കോളജിക്കൽ പിരമിഡുകൾ ഏതെല്ലാം? ബി. കൺസ്ട്രക്ട് എ സ്യൂട്ടബിൾ ഇക്കോളജിക്കൽ പിരമിഡ് ഫ്രം ദി ഗിവൺ ഡേറ്റ. തന്നിരിക്കുന്ന ഡേറ്റ ഉപയോഗിച്ച് ഒരു ഇക്കോളജിക്കൽ പിരമിഡ് നിർമ്മിക്കുക. ട്രോഫിക് ലെവൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. ട്രോഫിക് ലെവൽ പ്രൊഡ്യൂസർ 5842 individuals. Primary consumer 708 individuals. Secondary consumer 3 individuals. Answer to A. The 3 types of ecological pyramids are pyramid of number, pyramid of biomass and pyramid of energy. B. തന്നിരിക്കുന്ന ഡേറ്റയിൽ
ജീവികളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഓരോ ട്രോഫിക് ലെവലിലും ഉള്ള ഇൻഡിവിജ്വൽ ഓർഗാനിസങ്ങളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പിരമിഡ് ഓഫ് നമ്പർ ആണ് നമ്മൾ വരയ്ക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ പിരമിഡ് ഓഫ് നമ്പർ, ട്രോഫിക് ലെവൽസും നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസും കാണിച്ചുകൊണ്ടുള്ള പിരമിഡ് ഓഫ് നമ്പർ വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. Now part 3B question. Answer the following question. It carries 3 scores. ഇതിൽ ഒരു ചോദ്യമേ ഉള്ളൂ, കമ്പൽസറി ആണ്, ചോയ്സ് ഇല്ല. Question number 18. Observe the given diagram. തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. Question A. Identify the phenomenon. ഈ പ്രതിഭാസത്തെ തിരിച്ചറിയുക. B. How does this phenomenon affect bird population? പക്ഷി സമൂഹത്തെ ഈ പ്രതിഭാസം എങ്ങനെ ബാധിക്കുന്നു? Answer. Biomagnification or biological magnification. DDT disturbs calcium metabolism in birds, which causes thinning of eggshell, thereby premature breaking of eggshell leads to the decline in bird population. Part 4. Answer any one question from 19 to 20. Each carries 5 scores. 19 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഉത്തരം എഴുതുക. 5 സ്കോർ. Question number 19. Pollination is a mechanism seen in flowering plants. സപുഷ്പികളിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് പരാഗണം. A. Define pollination. പരാഗണം നിർവചിക്കുക. B. Complete the table with any 2 adaptations seen in plants for effecting pollination by the given external agents. Pollinating agent, wind, water, insect. Adaptations -- പട്ടികയിൽ തന്നിരിക്കുന്ന ബാഹ്യ പരാഗണകാരികളിലൂടെ പരാഗണം സാധ്യമാക്കുന്നതിന് വ്യത്യസ്ത സസ്യങ്ങളിൽ കാണുന്ന ഏതെങ്കിലും 2 അനുകൂലനങ്ങൾ വീതം എഴുതി പട്ടിക പൂർത്തിയാക്കുക. പരാഗണകാരി അനുകൂലനങ്ങൾ: വായു, ജലം, പ്രാണികൾ. Answer to A. Transfer of pollen grain from anther to stigma of a pistil is called pollination. Wind pollinating flowers will be having lightweight pollen, non-sticky pollen, well-exposed stamen, single ovule in each ovary, flowers packed into inflorescence, large often feathery stigma, flowers not colorful, no nectar, in corn cobs, stigma and style which wave in the wind to trap pollen grains. ഏതെങ്കിലും 2 പോയിന്റുകൾ എഴുതുക. നെക്സ്റ്റ്, വാട്ടർ. ഫീമെയിൽ ഫ്ലവർ ഹാസ് ലോങ് സ്റ്റോക്ക്. Pollen grains are long and ribbon-like. Pollen has mucilaginous covering. Flowers not colorful. No nectar. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതുക. Insect. Large flowers, colorful and fragrant or foul smell, rich in nectar, sticky pollen. Flowers form as inflorescence. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതുക. Question number 20. PCR stands for polymerase chain reaction. PCR എന്നാൽ polymerase chain reaction എന്നാണ്. A. What is the function of PCR in rDNA technology? rDNA സാങ്കേതിക വിദ്യയിൽ PCR-ൻ്റെ ധർമ്മം എന്താണ്? B. Name the 3 steps in PCR. PCR-ൻ്റെ 3 ഘടകങ്ങൾ ഏതെല്ലാം? C. Name the DNA polymerase enzyme used in PCR and the bacterium from which it is isolated. PCR-ൽ ഉപയോഗിക്കുന്ന DNA പോളിമറേസ് രാസാഗ്നിയുടെ പേരെഴുതുക. ഏത് ബാക്ടീരിയയിൽ നിന്നാണ് ഈ രാസാഗ്നി വേർതിരിച്ചെടുക്കുന്നത്? Answer to A question. Polymerase chain reaction is for the synthesis of multiple copies of genes of interest. Answer to B. Denaturation, annealing and extension are the 3 steps in PCR technique. Answer to C. Thermostable DNA polymerase are called Taq polymerase. The bacterium from which Taq polymerase is obtained is or isolated is Thermus aquaticus. Thank you all. Subscribe, like and share Rajesh Science World for more videos.